നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഫസലിനെ തള്ളിപ്പറഞ്ഞ SDPIക്കെതിരെ ആഞ്ഞടിച്ച് TP51 സിനിമയുടെ സംവിധായകൻ ഷുഹൈബ് കൊല്ലപ്പെട്ട സമയം നടത്തിയ പ്രസംഗം ഫേസ്ബുക്കിൽ റീപോസ്റ്റ് ചെയ്താണ് SDPIക്കെതിരെ മൊയ്തു താഴത്ത് ആഞ്ഞടിച്ചത്. ഫസലിനെ തള്ളിപ്പറഞ്ഞ പത്രസമ്മേളനം ഒരുപാട് വേദനിപ്പിച്ചു. ആശയത്തോട് വിയോജിപ്പുണ്ടായിട്ടും ഞാൻ തെരുവിൽ നിന്ന് നിലവിളിച്ചിരുന്നു. ആ മനുഷ്യനു വേണ്ടി ഷഹീദ് എന്ന് പറഞ്ഞ് ഇനി ആരും പൊട്ടിക്കരയരുത് പോസ്റ്റിൽ പറയുന്നു. ഫസൽ PFI ആയിരുന്നു എന്ന് പറഞ്ഞാണ് SDPI ഫസലിനെ തള്ളിപ്പറഞ്ഞത്. തലശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി കാരായി രാജനുമായി SDPIക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞതാണ് മൊയ്തു താഴത്തിനെ രോഷം കൊള്ളിച്ചത്. വിവാദമായ ഫസൽ വധക്കേസ് SDPI രൂപീകരിക്കുന്നതിന് മുൻപുള്ള സംഭവമാണെന്നും അതിനാൽ ആ വിഷയത്തിൽ പാർട്ടി പ്രതികരിക്കേണ്ടതില്ലെന്നുമാണ് SDPI നേതാവ് പറഞ്ഞത്. 2006 ഒക്ടോബർ 22 തലശ്ശേരിയിലാണ് മുഹമ്മദ് ഫസൽ കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ പ്രതിയായ കാരായി രാജനാണ് തലശ്ശേരിയിലെ CPM സ്ഥാനാർത്ഥി. SDPI മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഇടതുമുന്നണിക്കാണ്. തലശ്ശേരിയിൽ SDPI സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും വോട്ടുകൾ CPMന് മറിയാൻ സാധ്യത ഏറെയാണ്. ഇതിനു വേണ്ടിയാണ് SDPI ഫസലിനെ തള്ളിപ്പറഞ്ഞത്. സംസ്ഥാനത്തെ 36 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തവണ SDPI മത്സരിക്കുന്നത്. പാർട്ടി മത്സരിക്കാത്ത 104 മണ്ഡലങ്ങളിൽ സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച് പ്രവർത്തകർക്ക് SDPI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം ഇടതുമുന്നണിക്ക് അനുകൂലമാണ്. SDPI വോട്ടുകൾ വേണ്ട എന്നാണ് UDF നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി SDPIക്കുള്ള ഏക വഴി CPMനും LDFനും വോട്ട് മറയ്ക്കുക എന്നതാണ്. കേരളത്തിലെ മണ്ഡലങ്ങളിൽ CPMന് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമ്പോൾ തലശ്ശേരി മാത്രമായി മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ SDPIക്ക് കഴിയുകയുമില്ല. ഇതോടെയാണ് ഫസൽ വധക്കേസിനെ തള്ളിപ്പറയാൻ SDPI തീരുമാനിച്ചത്. SDPIയുടെ ഈ നിലപാടിനെതിരെ മുസ്ലിം സമുദായത്തിൽ രോഷം ശക്തമാണ്. ഈ വികാരം മനസ്സിലാക്കിയാണ് മൊയ്തു താഴത്തും ആഞ്ഞടിക്കുന്നത്.